നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾ 1 നമ്മൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് മോഡ്യൂൾ 2 നമ്മൾ നോക്കുന്നത് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മോഡ്യൂൾ 1 കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ മോഡ്യൂൾ 1 കാണാനായിട്ട് സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കും എന്തിനു വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡ്യൂൾ 2 നോക്കുന്നത് നമ്മൾ അറിയാവുന്ന അസറ്റ് ക്ലാസ്സുകൾ എന്തൊക്കെയാണ്, നമുക്ക് അവൈലബിൾ ആയ അസറ്റ് ക്ലാസ്സുകൾ. ഒന്നാമതാണ് നമുക്ക് ബോണ്ടുകൾ, അതായത് ഫിക്സഡ് ഇൻകം ബോണ്ടുകൾ നമുക്ക് മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇക്വിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ കമ്മോഡിറ്റീസ് ആയ സിൽവർ, ഗോൾഡ്, അതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ബോണ്ടുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് കാരണം നമ്മൾ ഇതിൽ ഒരു എമൗണ്ട് നമ്മൾ 1 ലക്ഷം 2 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന് ഒരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ ക്യാപിറ്റലിന് യാതൊരുവിധ നഷ്ടങ്ങളും സംഭവിക്കില്ല. നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ആ ബോണ്ടിന് ഒരു 2 കൊല്ലം ഒക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട വരും, അവിടെ തന്നെ നമുക്ക് പൈസ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ 2 കൊല്ലത്തിന് അവർ ഒരു പെർസെൻറ്റേജ് തരുന്നതായിരിക്കും. 5%, 6%, അങ്ങനെ ബോണ്ടുകളുടെ അനുസരിച്ച് പല പെർസെൻറ്റേജിൽ നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതായിരിക്കും. എന്നാലും നമുക്ക് റിട്ടേൺ അഷ്വേർഡ് ആണ്, നമുക്ക് യാതൊരു നഷ്ടങ്ങളും സംഭവിക്കില്ല. ഉദാഹരണമാണ് നമ്മൾ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇപ്പം നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നു, നമുക്ക് 1 വർഷത്തിനുള്ളിൽ 8%, 9 അല്ലെങ്കിൽ 8% ഒക്കെ പലിശ ലഭിക്കുന്നു. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള, എന്നാൽ നമുക്ക് ഗ്രോത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ആകെയുള്ള ഒരു പ്രശ്നം നമ്മുടെ ഇൻഫ്ലേഷൻ കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് ബാങ്ക് ഡെപ്പോസിറ്റിൽ 8% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു, എന്നാൽ ഇൻഫ്ലേഷൻ 9% ആണ് എങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരുന്നില്ല. കാരണം 8% നമുക്ക് കിട്ടുന്നുള്ളൂ, 1% എക്സ്ട്രാ ഇൻഫ്ലേഷനാണ്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലേഷനെ കോമ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മളുടെ അടുത്ത അസറ്റ് ക്ലാസ്. അതായത് നമ്മൾ കമ്പനികളുടെ ഷെയർ വാങ്ങുന്നു. അതായത് കമ്പനികൾ വളരുന്നതനുസരിച്ച്, അവരുടെ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും. അതുപോലെ തന്നെ കമ്പനികൾ നമ്മുടെ ഷെയറിനനുസരിച്ച് ഡിവിഡൻഡ് തരുന്നതായിരിക്കും. ചിലർ ഇയർലി ഡിവിഡൻഡ് തരും, ചിലർ ക്വാർട്ടർലി ഡിവിഡൻഡ് തരുന്നവരുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ TCS അല്ലെങ്കിൽ ITC ഷെയറുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ITC ഒക്കെ ഒരു ഷെയറിന് 4 രൂപ, 5 രൂപ, 6 രൂപ, അത് ഓരോ വർഷവും അവരുടെ പ്രോഫിറ്റ് അനുസരിച്ച് അവർ പല റേഞ്ചിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഡിവിഡൻഡ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 സ്റ്റോക്ക് ഉണ്ട്, കമ്പനി നിങ്ങൾക്ക് ഡിവിഡൻഡ് പറയുകയാണ്, ഒരു സ്റ്റോക്കിന് 6 രൂപ വെച്ച് അവരുടെ ലാഭവിഹിതം, അതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ലാഭവിഹിതമായിട്ട് ഷെയർ ഹോൾഡേഴ്സ് തരികയാണ്. അപ്പോൾ നിങ്ങളുടെ 1000 ഷെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6000 രൂപ ഡിവിഡൻഡ് ആയിട്ട് തന്നെ കിട്ടും. അതുകൂടാണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വളരുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിക്സഡ് ഇൻകത്തിൻ്റെ ഒരു 5% മുതൽ 8% വരെ കിട്ടുകയുള്ളെങ്കിൽ, നമ്മൾ പഴയ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈക്വിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 15 മുതൽ 20% വരെ ഏറ്റവും കുറഞ്ഞത് നമുക്ക് കിട്ടാറുണ്ട്. അത് പ്രീവിയസ് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നഷ്ടസാധ്യത വളരെ കുറവാണ്. നിഫ്റ്റി 50 എന്ന് വെച്ചാൽ നമുക്ക് 2 ഇൻഡെക്സ് ആണുള്ളത്. നമുക്ക് BSE ഉണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ 2 മെയിൻ എക്സ്ചേഞ്ച് ആണുള്ളത്. അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് നിഫ്റ്റി 50 എന്ന് പറയുന്നതാണ് അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 50 സ്റ്റോക്കിൻ്റെ ഒരു ആവറേജ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു 15 മുതൽ 20% വരെ ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് റിസ്ക് ഉണ്ട്. അതായത് കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പൈസയും അതുപോലെ തന്നെ താഴേക്ക് വരുന്നതായിരിക്കും. അതായത് എപ്പോഴും നമ്മുടെ ഒരു റൂൾ എന്ന് വെച്ചാൽ ഹൈ റിട്ടേൺ ഹൈ റിസ്ക്, അതായിരിക്കും സാധാരണ നമ്മൾ പറയുന്നത്. അടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ്. നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ 2 തരത്തിൽ നമുക്ക് ഇൻകം വരുന്നതായിരിക്കും. ഒന്ന്, നമുക്ക് നമ്മുടെ മേടിച്ച അസറ്റ് അതിൻ്റെ വാല്യൂ കൂടുന്നു. അതായത് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങുന്നു, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ 10 ലക്ഷം രൂപയുടെ വീട് 20 ലക്ഷം രൂപയായിട്ട് അതിന് വാല്യൂ കൂടുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തേതാണ് റെൻ്റൽ ഇൻകം. നിങ്ങളൊരു ഫ്ലാറ്റ് മേടിച്ചു, ഇപ്പോൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് മേടിച്ചു,
നിങ്ങളത് റെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഒരു എമൗണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആ രണ്ട് വഴിയിലാണ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് വഴി പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. അടുത്തതാണ് കമ്മോഡിറ്റീസ്. അതായത് പ്രഷ്യസ് മെറ്റൽ എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡ്, സിൽവർ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കമ്മോഡിറ്റീസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രീവിയസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 9% ആവറേജ് റിട്ടേൺ പെർ ഇയർ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഗോൾഡും വളരുന്നുണ്ട്, പക്ഷേ ഇക്വിറ്റിയുടെ അത്രയും നമുക്ക് ഗ്രോത്ത് ഇല്ല. ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ വില നന്നായിട്ട് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽവർ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഗോൾഡിൽ തന്നെ ഗോൾഡിലും സിൽവറിലും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫിസിക്കലായിട്ട് നമുക്ക് മേടിച്ചു വയ്ക്കാം. അതല്ല എങ്കിൽ നമുക്ക് ബോണ്ടുകൾ, ഗോൾഡ് ETF-കളുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയും. നിങ്ങൾ സിറോദയിലോ ഏതെങ്കിലും ഒരു ആപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗോൾഡ് ETF-കളുണ്ട്. അത് നിങ്ങൾക്ക് മേടിച്ചു വയ്ക്കാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാനായിട്ട് സാധിക്കും. അത് ലിക്വിഡിറ്റി പെട്ടെന്ന് നടക്കും. ഇന്ന് മേടിച്ചു നാളെ വിൽക്കണേ നാളെ വിൽക്കാൻ സാധിക്കും. അതുകൂടാണ്ട് നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. ഇപ്പം ഗോൾഡ് ബോണ്ടിന് ചെറിയ എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പണ്ടത്തെ അത്ര പ്രോഫിറ്റ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ETF ആണ്. ETF അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് നിങ്ങൾക്ക് മേടിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾ എങ്ങനെ അസറ്റുകൾ അലോക്കേറ്റ് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ 4-5 ടൈപ്പ് ഓഫ് അസറ്റ്സ് കണ്ടു. അപ്പം നമ്മളുടെ ഏജ് അനുസരിച്ച് നമ്മൾ അസറ്റ് അലോക്കേഷൻ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് പ്രായം കുറവാണ്, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയും ആരോഗ്യവും ഉണ്ട്. വേറെ ലയബിലിറ്റീസ് ഇല്ല, കുട്ടികളുടെ പഠിത്തമില്ല, കല്യാണമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയൊരു സമയം. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. യങ് ഏജിൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ 60% അല്ലെങ്കിൽ അതിൽ കൂടുതലും നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫിക്സഡ് ഇൻകമായിട്ട് 20% ഇടുക. അതായത് നമ്മുടെ ബോണ്ടുകളിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലൊക്കെ 20% പൈസ ഇടുക. കമ്മോഡിറ്റീസിൽ 20% ഇടുക. അതായത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 60,000 രൂപ ഇക്വിറ്റി ബേസ്ഡ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 20,000 രൂപ നിങ്ങൾ FD ഇടുന്നു, അല്ലെങ്കിൽ PPF ഇടുന്നു. 20,000 രൂപ നിങ്ങൾ സ്വർണം മേടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ റിട്ടയർ ആയി ഒരു 60 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഈ സമയത്താണ് നമുക്ക് പൈസ ഒത്തിരി ആവശ്യം വരുന്നത്. ഒന്ന് മെഡിക്കൽ എക്സ്പെൻസ് വരും, രണ്ട് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇക്വിറ്റിയുടെ പെർസെൻറ്റേജും കുറയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം റിസ്ക് കൂടിയ അസറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഫിക്സഡ് ഒരു ഇൻകം ലഭിക്കുന്ന ബോണ്ടുകളിലൊക്കെ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. പിന്നെ ഒരു കമ്മോഡിറ്റീസിൽ ഒരു 10% ഗോൾഡിലൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് അപ്പറ്റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നമ്മളൊരു ബേസിക് റൂൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഏജ് അനുസരിച്ചും പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള കാലാവധിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് 20 വർഷം വെയിറ്റ് ചെയ്ത് ഇക്വിറ്റി ചെയ്തൊരു റിട്ടേൺ ലഭിക്കുമ്പോഴത്തേക്കും നമുക്ക് 80 വയസ്സ് നമുക്ക് അത് യൂസ് ഇല്ലാണ്ട് പോകും. നമ്മൾ നല്ല സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അതിലും ബെറ്ററാണ് യങ് ഏജിൽ നമ്മൾ SIP ചെയ്യുകയോ അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഹൈ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിട്ടേൺ, എപ്പോഴും അങ്ങനെയാണ്. ലോ റിസ്ക് ആണെങ്കിൽ ലോ റിട്ടേൺ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഫിക്സഡ് ഇൻകം അസറ്റിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഇട്ട പൈസ സേഫ് ആയിരിക്കും. നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച 5% അല്ലെങ്കിൽ 8% ഉണ്ടാവുകയുള്ളൂ. എന്നാലും നിങ്ങളുടെ ക്യാപിറ്റൽ ഒരിക്കലും നഷ്ടമാവുകയില്ല. അപ്പോൾ ഏജ്ഡ് ആയ ആൾക്കാർ ഫിക്സഡ് ഇൻകം അസറ്റിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ ബോണ്ടുകളുണ്ട്, ONGC ബോണ്ടുകളുണ്ട്, പലതരം ബോണ്ടുകളുണ്ട്. അതിലിടുകയായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പക്ഷേ അതിലും റിസ്ക് ഉണ്ട് എന്ന് ഓർക്കുക. റിയൽ എസ്റ്റേറ്റിൽ ഒരു ബുദ്ധിമുട്ടുള്ളത്, നമുക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മേടിച്ചിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമുക്ക് നാളെ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാനുള്ള ഒരു സമയം കൂടുതലാണ്. നമുക്ക് ഇന്ന് തന്നെ വിറ്റ് മാറാനുള്ള ഓപ്ഷനില്ല. ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ബോണ്ടുകളിലൊക്കെയാണ് നമുക്ക് വിത്തിൻ ഫ്യൂ ഡേയ്സ് നമുക്ക് വിറ്റ് നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ
കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അടുത്തതാണ് നമ്മൾ ഗോൾഡും സിൽവറും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ 20 വർഷത്തെ നോക്കുകയാണെങ്കിൽ ഒരു 7 to 8% ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ആഭരണമായിട്ട് മേടിച്ചു വയ്ക്കാം, ETF ആയിട്ട് മേടിച്ചു വയ്ക്കാം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ബോണ്ടുകളിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ മൊഡ്യൂൾ 2 ഒരു സമ്മറി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒരു സാമ്പത്തിക അച്ചടക്കം വരുന്നതിനും എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്താണ്, എങ്ങനെ പൈസ വിനിയോഗിക്കണം എന്നൊരു ഐഡിയ കിട്ടുന്നതിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. താങ്ക് യു.